അനേകം സംഘടനകൾ, ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടനകൾ അവയവദാനത്തിന് വലിയ രീതിയിൽ ക്യാമ്പയിൻ നടത്തി അതിന് സന്നദ്ധത അറിയിച്ച് ഒരുപാട് പേരെ അതിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഓരോരുത്തരും ഈ ക്യാമ്പയിനുകളുടെ സംഘടിപ്പിക്കുവാൻ മുന്നോട്ട് വരണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മരണാനന്തര അവയവദാനം നമുക്ക് സമൂഹത്തിൽ വർദ്ധിച്ച് വരേണ്ടതായിട്ട് ഉണ്ട്. മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഒരാൾക്ക് 8-ലധികം പേർക്ക് ജീവൻ നൽകാൻ കഴിയുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ഏറ്റവും വലിയ കാര്യമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പരമൊരു പുണ്യമില്ല. സംസ്ഥാനത്ത് അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിലൊന്നാണ്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പലരും അവിടെ അവയവദാനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് അത് നടക്കാതെ വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലേക്ക് വന്ന് അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തി പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഒരു ട്രാൻസ്പ്ലാന്റേഷന് ചിലവായിട്ട് വരുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ സ്കീമിലൂടെ, കാസ്പിലൂടെ അതിന് യോഗ്യതയുള്ളവർക്ക്, ഇൻഷുറൻസ് പരിരക്ഷയുള്ളവർക്ക് സൗജന്യമായി അത് ചെയ്തു കൊടുക്കുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാസ്പ് ഇല്ലാത്തവർക്ക് സർക്കാർ ഹോസ്പിറ്റലുകളിൽ വളരെ വളരെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അതിന് വരുന്ന മറ്റ് എക്സ്പെൻസസ് മാത്രം എടുത്തുകൊണ്ട് കാസ്പ് ഇല്ലാത്ത, ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ആ അവയവദാനം അല്ലെങ്കിൽ ആ സർജറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്.